പെരുകി വരുന്ന എലികളെയും പല്ലികളെയും പാറ്റകളെയും എല്ലാം തുരത്താൻ വേണ്ടി നമ്മുടെ വീട്ടിൽ വലിച്ചെറിഞ്ഞ് കളയുന്ന ഈ ഒരു സാധനം മാത്രം മതി. എത്ര എലികളുണ്ടെങ്കിലും പെടിച്ചാലികളുണ്ടെങ്കിലും അതുപോലെ പല്ലി പാറ്റ ഇതെല്ലാം തല തെറിച്ച് എന്നെ ഓടും. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെ എലികളെയും പാറ്റകളെയും പല്ലികളെയും എല്ലാം വീട്ടിൽ നിന്നും വീട്ടിലെ പരിസരങ്ങളും തുരത്താമെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിവിടെ കുറച്ച് കഞ്ഞിവെള്ളമാണ് വേണ്ടത്. അപ്പം ഞാനൊരു ബൗളിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ട്, തലേന്നത്തെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. നമുക്ക് പൊടി ഈച്ചേനെ എല്ലാം തൊടുത്താൻ കഞ്ഞിവെള്ളം വളരെ നല്ലതാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കിയിട്ട് അതുപോലെയൊക്കെ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് സാധനം കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ആദ്യം ഞാൻ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ തന്നെ ഒരു റിയാക്ഷൻ നടക്കാൻ കണ്ടില്ല, ഇതേ രീതിയിൽ നല്ലപോലെ പതഞ്ഞു പോകും. ഈ ഒരു മിക്സ് നമുക്ക് തയ്യാറാക്കി വെച്ചതിന് ശേഷം നിങ്ങളുടെ വീട്ടിലെ ഏത് ടോയ്ലറ്റ് ക്ലീനർ കാര്യങ്ങളൊക്കെ കാണുമല്ലോ, ഏതാണേലും മതി, ഹാർപ്പിക്കോ ലൈസോളോ എന്താണേലും മതി. പിന്നെ ഒരു ലിക്വിഡ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ലിക്വിഡാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഹാർപ്പിക്കാണെങ്കിൽ അതും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ലിക്വിഡ് കൂടെ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ലിക്വിഡാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ ഒരു വെള്ളത്തിന് ഭയങ്കര എഫക്റ്റ് കൂടുതലാണ്. ഇത് നമുക്ക് നമ്മുടെ പരിസരങ്ങളിലും എവിടെയാണോ എലിയുടെ ശല്യം വളരെ കൂടുതലുള്ള കൃഷി സ്ഥലങ്ങളിലും ഒക്കെ കൊണ്ട് നിങ്ങൾ വെക്കുവാണെങ്കിൽ വലിയ എലി പെടിച്ചാരികളൊന്നും ആ വശത്തോട്ട് പോലും വരത്തില്ല. നമ്മുടെ കൃഷിയിടമൊന്നും നശിപ്പിച്ച് വെക്കത്തുമില്ല. ഇത് ചിരട്ടയിൽ എന്തെങ്കിലും ആക്കി വെച്ചാൽ മാത്രം മതി. ഇപ്പം ഞാൻ ഇവിടെ മിക്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് വീട്ടിനുള്ളിലാണ് എലിയുടെ ശല്യം, പല്ലി പാറ്റയുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ ഇതുപോലൊരു പാത്രം എടുക്കുക. അധികം നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാത്ത പാത്രങ്ങൾ വേണം എടുക്കാൻ. എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ വീട്ടിൽ ബ്രെഡോ ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ, ഇതുങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു സ്മെല്ല് അടിച്ചിട്ട് വരും. അതിപ്പോൾ ഇത് തിന്നുമ്പം ഈ പല്ലിയാണേലും പാറ്റ ആണേലും എലിയാണേലും ഇതിൻ്റെ ഒരു സ്മെല്ല് അടിച്ചിട്ട് വന്ന് തിന്നുമ്പോഴത്തേക്കും കൂട്ടത്തോടെ ചത്തു പോകുന്നതായിരിക്കും. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ ബ്രെഡാണ് ഒന്ന് പൊടിച്ചിട്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് ഞാൻ നേരെ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിലാണ്. ഗ്യാസ് അടുപ്പിൻ്റെ അടിയിൽ എലി കയറുന്നില്ലെങ്കിൽ പല്ലിയുടെയും പാറ്റയുടെ ശല്യം വളരെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് ഞാൻ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ ഫുഡിൻ്റെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ വീണ് കിടപ്പോൾ അത് തിന്നാൻ വേണ്ടി വരുമ്പോൾ അവിടെ എല്ലാം നശിപ്പിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലേക്ക് ഞാൻ കയറ്റി വെക്കുന്നുണ്ട്. രാത്രിയിൽ വേണം നിങ്ങളിത് ചെയ്ത് വെക്കാൻ. സന്ധ്യ കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ എലിയുടെ പല്ലിയുടെ പാറ്റകളുടെ ഒക്കെ ശല്യം ഉണ്ടാകുന്നത്. രാത്രിയിൽ വീട് കിച്ചണൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങളിങ്ങനെ വെക്കുവാണെങ്കിൽ എലിയും പല്ലിയും പാറ്റാവുന്ന ആവശ്യത്ത് വരത്തില്ല. അഥവാ വന്നാൽ ഇത് നക്കി കുടിച്ചിട്ട് കൂട്ടത്തോട് ചത്തും പൊക്കോളും കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. ഇതുപോലെയുള്ള പാത്രങ്ങൾ നമ്മൾ അധികം ഉപയോഗിക്കാത്ത പാത്രങ്ങൾ വേണം എടുക്കാനായിട്ട്. ഇനി രണ്ടാമത് ഞാൻ കാണിക്കുന്ന കുറച്ച് കഞ്ഞിവെള്ളം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മിക്സ് ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ കബോർഡിനുള്ളിലേക്ക് ഒന്ന് എടുത്ത് വെക്കുന്നത്. ഇതുപോലെ പാത്രങ്ങളൊക്കെ എല്ലാവരും ഷെൽഫുകളിൽ കബോർഡുകളിലൊക്കെ നമ്മൾ അടുക്കി വെക്കും. പക്ഷേങ്കിൽ പല്ലി പാറ്റൊക്കെ കയറി അത് ഫുള്ള് കാഷ്ടിച്ച് വെക്കും. എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്ക് പല്ലിയും പാറ്റൊക്കെ ഇതിൽ വന്ന് കൂട്ടത്തോടെ ചത്ത് കിടക്കണം. കാര്യം അത് നക്കി കുടിക്കുമ്പോഴത്തേനും ഭയങ്കര എഫക്റ്റ് കൂടിയതാണ്. അപ്പോൾ അത് ചത്ത് പൊക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് കണ്ടില്ലേ, നമ്മുടെ വീടിൻ്റെ പുറകുഭാഗമാണ്. ഈ ഒരു ഭാഗത്ത് കണ്ടിട്ട് വലിയൊരു ഹോള് കാണുന്നില്ല. ഇതിൻ്റെ അകത്തുനിന്ന് കൈ ഇടുകയോ പിറക്കോ ഒന്നും ചെയ്തേക്കരുത്. കാര്യം രജിതകൾ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് അറിയത്ത് പോലും ഇല്ല. അതുപോലെ തന്നെ ആറിൻ്റെ തീരമായത് കാരണം പാമ്പിൻ്റെയൊക്കെ ശല്യം വളരെ കൂടുതലാണ്. അപ്പോൾ അതുങ്ങളൊന്നും കയറി വരുത്തൊന്നുമില്ല. ഇങ്ങനെയുള്ള പൊത്തുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കണം. അതിറങ്ങി അങ്ങ് പൊക്കോളൂ. അതിൻ്റെ അകത്തൊന്നും ഇരിക്കത്തില്ല. അതുങ്ങളെ കൊല്ലാനോ എടുക്കാനോ ഒന്നുമല്ല. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ സ്മെല്ല് അടിച്ചിട്ട് നല്ലൊരു സ്മെല്ലാണ്. വിനാഗിരിക്കൊക്കെ ഭയങ്കര സ്മെല്ലല്ല. ആ സ്മെല്ല് അടിച്ചിട്ട് അതങ്ങ് ഇറങ്ങി പൊക്കോളും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തോട്ട് കയറി വരത്തില്ല. അതങ്ങനെ അങ്ങ് പൊക്കോളും. അപ്പോൾ ആ ഒരു ഹോളിലേക്ക് കുറച്ച് അതുപോലെ പെരിച്ചാരികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതെടുക്കും. നമ്മുടെ കൃഷിസ്ഥലവും നമ്മുടെ വീടിൻ്റെ ഇവിടെ ഇങ്ങനെ വലിയൊരു ഗുഹയൊക്കെ ആക്കി വെക്കും. അതൊന്നും അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ പൊക്കോളും. അതുകൊണ്ട് ഞാൻ അവിടെയും കൊണ്ട് വെച്ചിട്ട് പിന്നെ ഇവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു. അതിലേക്ക് ചിരട്ടയിൽ ഇറക്കി വെക്കാൻ പറ്റാത്തതാണ്. അതിൽ കുറച്ച് ഒഴിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയും ചെയ്താൽ മതി. അതുപോലെ നമ്മുടെ കൃഷി, അതായത് നമ്മുടെ വഴുതനങ്ങയുടെ ചുവട്ടിലൊക്കെ ഒരുപാട് വഴുതന ഇങ്ങനെ കിളുത്ത് നിൽക്കുമ്പോൾ അതെല്ലാം എലി നശിപ്പിച്ച് ഒത്തിരി നഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇതുപോലെ ഇതിൻ്റെ ചുവട്ടിലായിട്ട് ഒരു ചിരട്ടയിൽ കുറച്ച് ഒഴിച്ചിട്ട് ഞാൻ അവിടെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ടിപ്പുകളോടെ വരുന്നതായിരിക്കും. അത് വിളിക്കും. ബൈ.